അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പാണ് റോമിലേക്ക് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായ സമയത്തും നബി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നബി മരിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സൈന്യത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. ശനിയാഴ്ച സൈന്യം ഒരുങ്ങി, തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം മദീനയിൽ കാര്യങ്ങളാകെ വഷളായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മുനാഫിക്കുകൾ തലപൊക്കി. ചില ആൾക്കാർ ഇനി ഞങ്ങൾ സക്കാത്ത് തരൂല, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. പല അറബ് ഗോത്രങ്ങളും ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയി. മക്കയിലും മദീനയിലും അല്ലാതെ വേറൊരിടത്തും ജുമാ പോലും നടക്കാത്ത അവസ്ഥ. ഇപ്പം ചില സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പം സാഹചര്യം വളരെ മോശമാണ്, ഈ സമയത്ത് ഉസാമയുടെ സൈന്യത്തെ റോമിലേക്ക് അയക്കണ്ട, നമുക്കിപ്പോൾ മദീനയുടെ സംരക്ഷണമാണ് പ്രധാനം, അതുകൊണ്ട് ആ സൈന്യത്തെ നമുക്ക് പിന്നെ അയക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുന്നൊരു സ്റ്റാൻഡുണ്ട്. വല്ലാഹി ലാ ഉഹില്ലു ഉഖദതൻ അഖദഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയ ഒരു കയറ്, ഒരു കെട്ട്, അത് ഞാൻ അഴിക്കുകയില്ല. വലൗ അന്ന ത്വയ്റ തഖ്തഫുനാ വസ്സിബാഅ മിൻ ഹൗലിൽ മദീന. മദീനക്ക് ചുറ്റുമുള്ള വന്യജീവികൾ നമ്മളെ ആക്രമിച്ചാലും, പക്ഷികൾ നമ്മളെ റാഞ്ചിക്കൊണ്ടുപോയാലും, വലൗ അന്നൽ കിലാബ ജറത് ബി അർജുലി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരുടെ, നബിയുടെ പത്നിമാരുടെ കാലുകൾ മദീനയിലെ നായ്ക്കൾ കടിച്ചു വലിച്ചാലും, ഉസാമയുടെ സൈന്യത്തെ ഞാൻ അയക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. ഇപ്പൊ നബി കെട്ടിയ ഒരു കയറ് അത് ഞാൻ അഴിച്ചു മാറ്റുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം സഹാബിമാർ വേറൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് കൗമാരക്കാരനാണ്, ടീനേജ് പ്രായത്തിലുള്ള ഒരാളാണ്. ആ ഉസാമത്ത് ബിൻ സെയ്ദിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമിലേക്കുള്ള സൈന്യത്തിന്റെ ലീഡറായിട്ട് നിശ്ചയിച്ചത്. ആ സൈന്യത്തിന്റെ കീഴിൽ 50 കഴിഞ്ഞ അബൂ ഉബൈദയുണ്ട്, 60-ലെത്തിയ ഉമറുണ്ട്. അപ്പൊ ചില സഹാബിമാർ വന്നിട്ട് പറഞ്ഞു, ലീഡർ സ്ഥാനത്ത് നിന്ന് ഉസാമയെ നീക്കം ചെയ്യണം, കുറച്ചും കൂടിയൊക്കെ ഒരു പ്രായമുള്ള ഒരാളെ നേതാവാക്കണം. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവാക്കി, നായകനാക്കി നിശ്ചയിച്ച ഒരാളെ ഞാൻ പിൻവലിക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും ഒരു അത്ഭുതൻ. ഇസ്ലാമിക ചരിത്രത്തിലെ അജബുൻ ഉജാബ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇത്ര കണിശമായ നിലപാടെടുത്ത ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂല് തീരുമാനിച്ചാണോ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വർത്താനമില്ല എന്ന് തീരുമാനിച്ച ഒരാൾ. 2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മദീനയിൽ റബീഉൽ അവ്വൽ 12-ന് ഒരു ജന്മദിനാഘോഷം നടന്നിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദാഘോഷം മദീനയിൽ ഉണ്ടായിട്ടുണ്ടോ? നന്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അബൂബക്കറിനെക്കാളും താല്പര്യമുള്ള, അബൂബക്കറിനെക്കാളും ആവേശമുള്ള റളിയല്ലാഹു അൻഹു വേറെ ആരാണുള്ളത്? അപ്പൊ ഇന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? ഇത് ദീനല്ല, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന സംഗതിയല്ല. നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വലായ എന്തൊക്കെയാണ് നടക്കുന്നത്? പള്ളികൾ അലങ്കരിക്കുന്നു, ലൈറ്റുകൾ തൂക്കുന്നു, മൗലിദ് ഓതുന്നു,
പോത്തിനെ അറുക്കുന്നു, നെയ്ച്ചോറ് വിളമ്പുന്നു, റാലിയാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിലുള്ളതാണോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ അയൽവാസി ഒരു പോത്തിനെ അറുത്തു, മൂപ്പര് നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ ആരെങ്കിലും അതിനെ എതിർക്കോ? അവിടെ സഹായിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ പോയിട്ട് സഹായിച്ചു കൊടുക്കും. നാട്ടിലൊരു കല്യാണം നടക്കാൻ ചോറ് വിളമ്പാൻ ആളില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ചോറ് വിളമ്പി കൊടുക്കും. ഇത് ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, അത് അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ദീനില്ല. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ, പ്രിയപ്പെട്ട അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, കുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും വഴികേടാണ്. അതിൽ പിന്നെ നല്ലത് ചീത്തതെന്നൊന്നുമില്ല. കുറച്ച് ബിദ്അത്ത് നല്ലതാണ്, കുറച്ച് ചീത്തതാണ്. അപ്പൊ നല്ലത് പ്രശ്നമില്ല, ചീത്തതാണ് പ്രശ്നം. അങ്ങനെയല്ലല്ലോ നബി പറഞ്ഞത്. എല്ലാ ബിദ്അത്തും വഴികേടാണെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയതാണിത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ദീനിനെ പറ്റിയിട്ട്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത എന്ത് സംഗതിയാണ് ഈ ദീനിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചേരാത്ത എന്താണ് ഈ ദീനിലുള്ളത്? ഇപ്പൊ ഷമാഇലുൻ നബി എന്ന പേരിൽ ഒരു കിതാബുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലയുടെ കിതാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളാണ് ആ കിതാബിലുള്ളത്, ഹദീസുകളാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇരുന്നത്, നബി എങ്ങനെയാണ് നടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കിടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിച്ചത് ഏത് കയ്യിലാണ്, ആ മോതിരത്തിൽ എന്താണ് എഴുതി വച്ചിരുന്നത്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുറുമ എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം എന്താണ്, ആ ഭക്ഷണം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കഴിച്ചിരുന്നത്, നബിയുടെ റൊട്ടി, നബിയുടെ കറി, ഇങ്ങനെ A to Z കാര്യങ്ങൾ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച തലപ്പാവ്, നബിയുടെ പടച്ചട്ട. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അദത്തു ഫീ റഅസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹിയതിഹി ഇല്ലാ 14 ശഅറതൻ ബൈദാ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു ലീഡർ വേറെ ഏതാണ് ലോകത്തുള്ളത്? തലയിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട്, നബിയുടെ എത്ര മുടികൾ നരച്ചിട്ടുണ്ട്, താടി രോമങ്ങളിൽ എത്ര വെളുത്ത രോമങ്ങളുണ്ട് എന്ന് വരെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എണ്ണിയിട്ടുണ്ട്. ആ സഹാബിമാർ സ്നേഹിച്ചത് പോലെയാണ് നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടത്. ചാണിന് ചാണായിട്ട്, മുഴത്തിന് മുഴമായിട്ട് അവർ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നു. ഇപ്പൊ നമ്മളെ നാട്ടിലെ മനുഷ്യന്മാര് നബിയോടുള്ള സ്നേഹത്തെ പറ്റി പറയുന്ന വാക്കിനെ തെറ്റാൻ. ചില ആൾക്കാരെന്താ പറയല്, ഇഷ്ക റസൂൽ, നബിയോട് റസൂലിനോട് ഇഷ്കാൻ, ഞാൻ ആഷിക്ക റസൂലാണ്, നബിന്റെ ആഷിക്ക എന്നാ പറയാ. എന്താ ഇഷ്ക് എന്ന് പറഞ്ഞാൽ? ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയമാണ്, കാമം കലർന്നിട്ടുള്ള സ്നേഹത്തിനാണ് ഇഷ്ക് എന്ന് പറയാ. അതാണോ നമുക്ക് നബിയോട് വേണ്ടത്? അതിന്റെ ആൾക്കാർ സൂഫിയാക്കളാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്, ഹുബ്ബാണ്. ഇഷ്ക് ആണിന് പെണ്ണിനോട് തോന്നുന്നതാണ്, പെണ്ണിന് ആണിനോട് തോന്നുന്നതാണ്. ഭാര്യയോടും കാമുകിയോടും തോന്നുന്നതാണ് ഇഷ്ക്. അതാണ് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും വേണ്ടത്. ഖുർആനിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നബിയോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹുബ്ബാൻ, മഹബത്താൻ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് ഹുബ്ബൻ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ നാട്ടിൽ ഫ്ലെക്സാണ് ഇഷ്കെ റസൂൽ, ആഷിഖെ റസൂൽ. ആ പ്രയോഗം ശരിയല്ല. പ്രണയമല്ല അള്ളാഹുവിനോട് ഉണ്ടാവേണ്ടത്, റസൂലിനോട് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്. അറിഞ്ഞിട്ടോ അറിയാതെയോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹു ശരിയായിട്ട് മനസ്സിലാക്കാൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുക, ഇതൊക്കെ എതിർക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരു ടീം ഉണ്ടാക്കും. നിങ്ങൾ എന്തിനാ ഇപ്പം ഇതൊക്കെ എതിർക്കാൻ നിൽക്കുന്നത്? ഓരോരോ വൈക്ക് പോയിക്കോട്ടെ, നിങ്ങളെ കാര്യങ്ങൾ നോക്കി പോയിക്കോളി, നമ്മളതിലേക്കൊന്നുമില്ല. അപ്പം നമുക്കും തോന്നുകയാണ് അത് തിരക്കടില്ല, അത് നല്ലൊരു സമീപനാണ്, നല്ലൊരു നിലപാടാണ്. അതാണോ ശരിയായ നിലപാട്? ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച ആൾ ആരാണ്? ഏറ്റവും നല്ല മാർഗം ആരുടെ മാർഗമാണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്,
നബി ഒരു തെറ്റ് കണ്ടാലും മിണ്ടാതെ നടക്കല, ഓരോ പാടായി ഞാൻ അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി അങ്ങനത്തെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. ഒരു തെറ്റണ്ട കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി. അതിന് പറ്റൂലെങ്കിൽ നാവുകൊണ്ട് എതിർക്കുക. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി. അതിനും പറ്റൂലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യുക. വദാലിക അദ്അഫുൽ ഈമാൻ. അതാണ് ഈമാന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ശൈത്താന് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താല്പര്യമുള്ള തെറ്റേതാണെന്നറിയോ? ബിദ്അത്താണ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ? ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ തൗബ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളുടിയൻ, കുടിയനാണെന്ന് വിചാരിക്കുക. അയാൾ എന്നും കുടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും, കുടുംബത്തിലൊക്കെ ആകെ ചീത്തപ്പേരാണ്. അയാളുടെ ഉള്ളിലൊരു കുത്തുണ്ടാകും. കുടിച്ച് കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്കൊരു സങ്കടം ഉണ്ടാകും, ഒരു കുറ്റബോധം, ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളൻ, മോഷണം നടത്തുന്ന ഒരാൾ, അയാൾ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അയാൾ എന്തെങ്കിലും ഖേദിച്ച് മടങ്ങാൻ ഒരു സാധ്യത ഉണ്ട്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നതിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നബിദിനം ആഘോഷിക്കുന്നതിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഞാൻ വലിയ അപരാധം ചെയ്യാണെന്നാണോ? ഇത് ബിദ്അത്താണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതെന്നാണോ? മിഅ്റാജ് നോമ്പെടുക്കുന്നവന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ബറാഅത്ത് നോമ്പെടുക്കുന്നവന്റെ മനസ്സിൽ എന്താണുള്ളത്? നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നവന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഇത് തെറ്റാന്നാ? അല്ല, ഇത് അള്ളാഹുവിന്റെ അടുക്ക വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള പണിയാണ്. ഇതിനെ എതിർക്കുന്ന ആൾക്കാരോ ഒരു മോശക്കാരാണ്. ഇതാണ് ബിദ്അത്ത് ചെയ്യുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് ശിർക്ക് കഴിഞ്ഞാൽ ശൈത്താന് പിന്നെ ഏറ്റവും ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നതാണ്. ചില മനുഷ്യന്മാർക്കൊക്കെ ഇത് അറിയാത്തത് കൊണ്ടാണ്, സാധുക്കളായതുകൊണ്ടാണ്. അവരിതറിഞ്ഞാൽ നമ്മളെക്കാൾ ഉഷാറായിട്ട് അവരതിനെ എതിർക്കുകയും ചെയ്യും. അപ്പോൾ നല്ലതല്ലേ, നമ്മൾ മദ്ഹ് പറയല്ലേ, ദിക്ർ ചൊല്ലല്ലേ, നബിയെ പുകഴ്ത്തല്ലേ, ഭക്ഷണം കൊടുക്കല്ലേ, വിതരണം ചെയ്യല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ദീനിന് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ? നല്ലതല്ലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ദീനിൽ കാട്ടിക്കൂട്ടാൻ നമുക്ക് അവകാശം. നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു കിതാബ് ഇറക്കി തന്നത്, അള്ളാഹു നബിമാരയച്ചത്? ഒറ്റ സംഭവം കൂടി പറയാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ അന്വേഷിച്ചിട്ട് ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക്. ഇബ്നു മസ്ഊദിനെ ചെന്ന് കണ്ടു. ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, ഞാൻ മദീന പള്ളിയിൽ ഒരു കാഴ്ച കണ്ടു. എനിക്കത് മുമ്പ് പരിചയമില്ല, വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ അപരിചിതമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പൊ എന്താ നിങ്ങൾ അവിടെ മദീന പള്ളിയിൽ കണ്ടത്? അവിടെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഓരിങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നുണ്ട്, പല സംഘങ്ങളായിട്ടാണ്. എല്ലാ സംഘത്തിനും ഓരോ ലീഡർ ഉണ്ട്, അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട്. എന്നിട്ട് ഈ ലീഡർ ഇങ്ങനെ പറയും, കബ്ബിറൂ മിഅ, നിങ്ങൾ 100 തവണ തക്ബീർ ചെല്ലുക. അപ്പൊ എല്ലാവരും 100 തവണ തക്ബീർ ചെല്ലാൻ. ഹല്ലിലൂ മിഅ, അപ്പൊ എല്ലാവരും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സബ്ബിഹൂ മിഅ, അപ്പൊ എല്ലാവരും 100 തവണ തസ്ബീഹ് ചൊല്ലുക. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ മൂസ, എന്നിട്ട് നീ എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നേരെ മദീന പള്ളിയിലേക്ക് പോവാൻ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പരിപാടി? പറഞ്ഞു, നമ്മൾ തക്ബീർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, അതിന്റെ എണ്ണം പിടിക്കുന്നു. ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾക്ക് നിങ്ങളെ തെറ്റുകൾ എണ്ണി കണക്കാക്കി കൂടെ ചങ്ങായിമാരെ. മാ അസ്റാ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ഹൗലായി സഹാബത്തി നബിയിക്കും മുതബാഫിറൂൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഈ മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. വസിയാബുഹു ലം തുബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്ത വസ്ത്രം നുരുമ്പി പോയിട്ടില്ലല്ലോ. വആനിയതുഹു ലം തുക്സർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്ന പാത്രം അത് പൊട്ടിപ്പോയിട്ടില്ല. എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ആരോടത് പറയുന്നത്? ആരോടാ ഇത് പറയുന്നത്? പള്ളിയിലിരുന്ന് കൂട്ടത്തിൽ ദിക്ർ ചൊല്ലിയ മനുഷ്യന്മാരോടാണ്. ഒരു വട്ടത്തിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളവന്റെ കുറ്റം കുറവും പറഞ്ഞ് പരദൂഷണം പറഞ്ഞിരുന്ന ആൾക്കാരല്ല, ദിക്ർ ചൊല്ലിയവർ, തസ്ബീഹ് ചൊല്ലിയവർ. അപ്പൊ അവര് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, നല്ല കാര്യമല്ലേ, അതേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു,
എത്ര 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 ആൾക്കാരാണ് നന്മ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. ഞാൻ പ്രിയപ്പെട്ടവരെ, നല്ലതല്ലേ, മദ്ഹ് പറയല്ലേ, ദിക്ർ ചൊല്ലല്ലേ, നബിയെ പുകഴ്ത്തല്ലേ, ഭക്ഷണം വിതരണം ചെയ്യല്ലേ എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്കും പറയാനുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, കമ്മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന എത്ര എത്ര മനുഷ്യന്മാരുണ്ട്, ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. അള്ളാഹു ദീന് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ, ദീന് ശരിയായിട്ട് ആചരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനം തോന്നിയിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമായി എന്നതിൽ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാകാൻ എനിക്ക് കഴിഞ്ഞു, അള്ളാഹു അതിനെ എന്നെ തെരഞ്ഞെടുത്തു, അത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? സൽമാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് എതിരാളികൾ ചോദിക്കുന്നുണ്ട്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ, നിങ്ങളെ നബി നിങ്ങൾക്ക് ദീനിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, ടോയ്ലറ്റ് പോകുമ്പോഴുള്ള മര്യാദ വരെ നിങ്ങളെ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ, കളിയാക്കാൻ. അപ്പൊ തല ഉയർത്തിയിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, ഞങ്ങളുടെ നബി അതും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അഭിമാനമാണ്. അത് നമ്മുടെ ദീനിൽ എല്ലാ നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്ന മുതൽ അയാളുടെ വിരിപ്പിലേക്ക് മടങ്ങുന്ന വരെയുള്ള A to Z കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലത്തെ വേറെ ഏത് ദീനാണുള്ളത്? എന്നാലും നമ്മളെ ഉമ്മത്തിലെ ചില ആൾക്കാരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നമ്മളെ ദീന് പോരാ, ഇതിലെ ആഘോഷങ്ങളൊന്നും നമുക്ക് മതിയാവൂല, നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വേണം എന്ന അവസ്ഥയാണുള്ളത്. അപ്പം ഇന്നൊക്കെ ഒരുപാട് ക്യാമ്പസുകളിൽ ഓണാഘോഷ പരിപാടി നടക്കാൻ, അവിടെ മഹാബലിയുടെ വേഷം കെട്ടുന്നത്, പൂക്കളിടുന്നത്, ചെണ്ട കൊട്ടുന്നത്, സെറ്റ് സാരി എടുത്ത് തുള്ളുന്നത് ഒക്കെ ആരാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലം കെട്ടുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണിത്? ആരെ തൃപ്തിപ്പെടുത്താനാണിത്? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാൽ അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ തൃപ്തി കിട്ടി അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലെങ്കിൽ അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനെ വിളിക്കുന്നതാണ്. ഇന്നി ഉഹിബ്ബു ഫുലാന ഫഅഹിബ്ബഹു. എനിക്കൊരാളെ ഇഷ്ടമാണ്, ജിബ്രീൽ അയാളെ നീയും ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയുന്നതാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന ഫഅഹിബ്ബു. അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ആകാശലോകത്തുള്ളവർ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഭൂമിയിൽ ആ മനുഷ്യൻക്ക് അള്ളാഹു സ്വീകാര്യത കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നമുക്ക് സ്ഥാനം കിട്ടുക, അവര് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹു ഒരാളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾ കുറെ കാട്ടിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹോദരന്മാർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. ആടിന്റെ ചോര കഴിച്ചിട്ട് ചെന്നായി പിടിച്ചുകൊണ്ടേ എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് അവർ വന്നു. യാക്കൂബ് നബിയിൽ നിന്ന് യൂസുഫ് നബിയെ അകറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. എന്തിനാണ്? വാപ്പാന്റെ സ്നേഹം കിട്ടാനാണ്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? ഒരാളുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കണം. ഇതിന് പറയുന്നൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഓണം എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ ആഘോഷമൊന്നുമല്ല, അത് കേരളത്തിൻ്റെ ഉത്സവമാണ്. ഓണത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി, എവിടെ നിന്നാണ് ഓണം തുടങ്ങിയത്, അതിൻ്റെ പുരാണം നമ്മൾ കേട്ടാൽ മതി. ദീനെ നമ്മൾ ദീനായിട്ട് തന്നെ കാണണം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് നമുക്ക് പറയാൻ
പറ്റണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിനോട് ഓർക്ക് മാത്രം പ്രത്യേകമായ ഒരു സംഗതിയിൽ ഒരാൾ സാദൃശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ ഒരു ആഘോഷം ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിൻ്റെതാണെങ്കിൽ അതിൽ നമ്മളും പോയിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽപ്പെട്ടവനാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാരുടെ ഓണാഘോഷം പള്ളിയിലാണ് നടക്കുന്നത്. എന്നിട്ട് അതിനെന്താ ന്യായം? നജ്റാൻ എന്നൊരു സംഘം വന്നിരുന്നു. ആ സംഘത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഓരോ ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഒരു ക്രിസ്ത്യാനികളായിരുന്നു ഞാൻ. നമ്മൾ അറിയേണ്ടത്, ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് സഹീഹാകണം, സ്ഥിരപ്പെടണം. നമ്മളെ ദീൻ എത്ര പെർഫെക്റ്റ് ആണ്. 5 നിബന്ധനകൾ, ആ 5 നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ ഒരു ഹദീസ് സഹീഹാകുള്ളൂ. ഈ നജ്റാനിലെ സംഭവം സഹീഹായിട്ട് വന്നിട്ടില്ല. മാത്രമല്ല അത് ഖുർആനെതിരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഓതി കൊടുത്ത ആയത്താണ് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ വേറെ ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ ആ പള്ളിയിൽ വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം അല്ലാത്ത ഒരാളോട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. അങ്ങനെ ആർക്കും നമുക്ക് വാദമില്ലല്ലോ. അങ്ങനെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് നബിന്റെ പടയെങ്കിൽ ആരുടെ കയ്യിലാണ്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ കയ്യിലാണ്. സഹാബിമാരുടെ കയ്യിലാണോ? 30 സാ ഗോതമ്പിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പണയം വെച്ചത് ഒരു ജൂതന്റെ കയ്യിലാണ്. മദീനയിലെ ജൂത പെണ്ണ് വിരുന്നിന് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചില്ലേ? സംഭവം ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വേറെ കാര്യം. ആ ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു, ജൂതനായൊരു കുട്ടി. അപ്പൊ ഓരോരോ ഇടപാടും പാടില്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ദീനെ നമ്മൾ ദീനായിട്ട് കാണണം. ആ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളില്ല. ഇവിടെ നമുക്ക് തോന്നിയ പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. എന്തിനാ അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെ കർശനമായിട്ട് പറയുന്നത്? ഇത്ര വാശി പിടിക്കുന്ന അതിലൊക്കെ എന്താ ഇത്ര നിർബന്ധം? ഇവിടെ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് പ്രശ്നം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കവിതയുണ്ട്. വളരെ മനോഹരമായ, നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട വരികളാണ്. വലൗ അന്ന ഇദാ മുത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ കണ്ട് ഒഴിവാക്കി വിടുമായിരുന്നുവെങ്കിൽ, മരണത്തോടു കൂടി തീരുമായിരുന്നുവെങ്കിൽ ആ മരണം എന്നുള്ളത് എല്ലാവർക്കും നല്ലൊരു ആശ്വാസമായിരുന്നു. അതോടുകൂടി അവസാനിച്ചല്ലോ. വലാകിന്നാ ഇദാ മുത്നാ ബുഇസ്നാ വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹു വെറുതെ വിടുന്നില്ല. ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പം അവിടെ ഉത്തരം പറയാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ ഒരുങ്ങുക. അല്ലാഹു ദീന് അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവെ, ഞങ്ങളിത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അല്ലാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.